സംസാരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. പിന്നെ പിള്ളേർ പഠിക്കുന്ന സ്റ്റൈൽ ചില ഹാർഷായ പദങ്ങളൊക്കെ വന്നേക്കാം. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടേ അല്ല. അങ്ങനെ ഒരു വിചാരം എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഏത് സുഖങ്ങളും നിമിഷങ്ങൾ മതി നഷ്ടപ്പെട്ടു പോകുവാൻ. പള്ളിപ്പുറത്തേക്ക് കൊണ്ട് പറഞ്ഞ 4 കുട്ടികളുടെ മേലെ ലാറി ചരിഞ്ഞിരിക്കുകയാണ് വന്നു വീണു. ഒരു കുട്ടി അവിടെയും അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവൾ ചെന്ന് വീണൊരു കിണറ്റിലാണെന്നുള്ള വസ്തുത ഓർമ്മ വേണം, അല്ലേ? അത്ഭുതകരമായിട്ടുണ്ട്. നമുക്കറിയാം, ആ 11 കുട്ടികൾ യാത്ര ചെയ്ത ആ ടവര മെഡിക്കൽ സ്റ്റുഡൻസെ സഞ്ചരിച്ച കൂട്ടത്തിൽ ഒരു കുട്ടി അത്ഭുതകരമാവണ്ണം എവിടെയോ തെറിച്ചു പോയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങൾ ചിലപ്പോഴും ചില ആപത്തിലുമൊക്കെ നമ്മളെ രക്ഷിക്കാനായിട്ട് എവിടെയുണ്ട് അത്ഭുതങ്ങൾ നടക്കുന്നു നമുക്ക് ചിന്തിച്ചു കൊള്ളണം. ഓർക്കുക, നമ്മളെങ്ങനെ ആ വാക്കുകൊണ്ട് ആരെങ്കിലും വേദനിപ്പിക്കുന്നത്? ആരെയും വേദനിപ്പിക്കാതിരിക്കുക. താൻ രാജകുമാരിയാണെന്നുള്ള അഹന്തയുടെ ഉത്തമ ശൃംഗത്തിലേക്ക് വിരാജിച്ച ആ സന്നിഷ്ഠയ്ക്ക് ഇതാ കേവലം ഒരു ഗുരുകുമാരിയുടെ ദാസിയാകാൻ അതേസമയം വേണ്ടി വന്നില്ല. യയാതി മഹാരാജാവിനെ ഒരുപാട് നിർമ്മിപ്പിക്കുന്നില്ല. യയാതി മഹാരാജാവ് അവിടെ പിന്നീട് നമ്മുടെ ദേവയാനെ കല്യാണം കഴിച്ചു. യയാതി ക്ഷത്രിയൻ, ദേവയാനി ബ്രാഹ്മണ സ്ത്രീ. അങ്ങനെ അതിൽ ഇപ്പൊ നോക്കണം, യയാതി മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, യയാതി മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ശർമ്മിഷ്ഠ മഹാരാജാവിൻ്റെ മകൾ, ക്ഷമിക്കണം, എന്താണ് രാജാവിൻ്റെ പേര്? വൃഷഭർവ മഹാരാജാവിൻ്റെ മകൾ ശർമ്മിഷ്ഠ തൂത്ത് കളഞ്ഞു. ഒരു രാജ്യത്തെ രാജകുമാരി ഇപ്പോൾ ആരെ അനുസരിച്ചു? അവിടെ ഭർത്താവ് രാജാവല്ലേ, യയാതി മഹാരാജാവല്ലേ, ചക്രവർത്തിയല്ലേ, മഹാരാജാവല്ല. ഇത് B.S. ഖണ്ഡേക്കർ എന്ന് പറയുന്ന ഒരു ബംഗാളി എഴുത്തുകാരൻ്റെ വളരെ പ്രശസ്തമായ ഒരു നോവലാണ് യയാതി. കേട്ടോ, അതിനുള്ള ബുക്കുകളിലൊക്കെ കിട്ടും, വേണ്ടി അതൊന്ന് വായിച്ചു നോക്കുക. യയാതി മഹാരാജാവിൻ്റെ കഥയൊന്നും പഠിക്കണം ഇവിടെ ആയാൽ. അതൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിടികിട്ടും. ആ യയാതി മഹാരാജാവിൻ്റെ ഭാര്യയായി മാറിയിരിക്കുന്നു ദേവയാനി. ഒരു മുഴുകുമാരി ഇപ്പോൾ രാജകുമാരിയായി മാറിയിരിക്കണം. മാത്രമല്ല, ആ മുഴുകുമാരി രാജകുമാരിയായപ്പോൾ ആ രാജകുമാരിക്ക് വിടുപടി ചെയ്യുന്ന മറ്റൊരു രാജകുമാരി. നമ്മുടെ അവസ്ഥ ഇതുപോലാണ് എന്നും ദൈവത്തെ മറന്ന് പ്രവർത്തിക്കരുത് എന്നും ഇപ്പൊ പിടികിട്ടിയോ? അങ്ങനെ ദേവയാനിക്ക് യയാതി മഹാരാജാവിൽ നിന്ന് 2 ആൺമക്കളുണ്ടായി. പേര് പറയട്ടെ, 2 ആൺമക്കൾ, ദ്രുഹു, അനുദ്രുഹു. എത്ര മക്കളുണ്ടായി? നിലമക്കാരെ എനിക്ക് ചുടൊക്കെ പറയാം. ദ്രുഹു, അനുദ്രുഹു, 2 മക്കളുണ്ടായി. അങ്ങനെ ആ മക്കളൊക്കെ വളർന്നിരിക്കുന്ന കൂട്ടത്തില് അപ്പൊ നമ്മുടെ പാമ്പനെ കാണാം. ദേവയാനി കൊട്ടാരത്തിൽ ഇരുന്നപ്പോൾ ആ കൊട്ടാരത്തിന് മുമ്പിൽ റോഡിൽ കൂടെ പിള്ളേർ പോകുന്നു. നല്ല തേജസ്സുള്ള പിള്ളേര്, നല്ല സുന്ദരകുട്ടന്മാരെ പിള്ളേര്, രാജകുമാരന്മാരെ പിള്ളേര്. ദേവയാനി വിളിച്ചു, വലിയ മക്കൾ കുട്ടികളാണ്, എൻ്റെ പേര് യദു. കേട്ടോ? കേട്ടില്ല? യദു. നിന്റെ പേരെന്താ? വേണ്ട തുർവസ്. മോൻ്റെ പേരെന്താ? പൂരു. അപ്പൊ ആ 3 കുട്ടികളുടെ പേര് ഞാൻ പറഞ്ഞത് കേട്ടോ? ഏതാണ്? യദു, തുർവസു, പൂരു. എന്നോടെ പറഞ്ഞ് ഉറപ്പിച്ച്, യദു, തുർവസു, പൂരു. ഇതിനു മുൻപ് ദേവയാനിയിലെ 2 പിള്ളേരുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ദ്രുഹു, അനുദ്രുഹു. അപ്പൊ നമ്മുടെ ദേവയാനി വിളിച്ചു, നിങ്ങളുടെ അമ്മയാരാ? ശർമ്മിഷ്ഠ. അച്ഛനാരാ? യയാതി മഹാരാജാവ്. കൺട്രോൾ അങ്ങ് പോയി വീണ്ടും. ആരുടെയാ? ദേവയാനിയുടെ. വിധിയാമണ്ണം കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സ്വന്തം ഭാര്യയായി ഇരിക്കുന്ന എനിക്ക് 2 മക്കളാണ്. എന്റെ കൂടെ വിടുപണിക്ക് വന്നിരിക്കുന്ന ശർമ്മിഷ്ഠയ്ക്ക് ഞാൻ അറിയാതെ 3 മക്കളാണ്. പണ്ട് മക്കൾ ഒരുപാട് വേണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരെ ഇപ്പോഴത്തെ പോലെ ഒന്ന് തന്നെ കഷ്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരല്ല. അപ്പൊ നിലവിലുള്ള ഔദ്യോഗികമായ ഭാര്യയായി എനിക്ക് 2ഉം എപ്പാട്ടിയായിട്ടിരിക്കുന്ന എൻ്റെ ജോലിക്കാരിയായിരിക്കും നമുക്ക് 3. പെണ്ണ് വെറുതെ ഇരിക്കുമോ? ഞാൻ ആദ്യമേ വാക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ പെമ്മക്കളെ ഒരുപാട് ലാളിക്കുന്ന തന്തമാർക്ക് ആ പെമ്മക്കളിൽ നിന്ന് തന്നെ പണി കിട്ടുമെന്ന് വാക്ക് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. നിങ്ങൾ മറന്നുപോയി കാണും. എനിക്ക് മറവിയാന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അത്രയും മറന്നു പോയിരിക്കുന്നു. ഇത് കണ്ടുടനെ പെണ്ണോടി അച്ഛൻ നിങ്ങളുണ്ടായിരുന്നു. അച്ഛാ, എന്റെ ഭർത്താവിനെ ചതിച്ചാ. ചോദിച്ചു, എന്ത് പറ്റിയ മോളെ? അച്ഛാ, വിധിയാമണ്ണ എന്നെയല്ലേ അച്ഛാ യയാതി മഹാരാജാവിനെ കല്യാണം കഴിച്ചു കൊടുത്തത്? ആണല്ലോ. ഞാൻ വേലക്കാരിയായിട്ടില്ലേ അച്ഛാ?
ആ ഛർദ്ദിച്ച് കൊണ്ടുപോയത് ആണല്ലോ. അച്ഛ, എന്റെ ഭർത്താവ് എന്നെ ചതിച്ചു വെച്ചു. എനിക്ക് 2 മക്കൾ. ആ വേലക്കാരി പെണ്ണിൽ എന്റെ ഭർത്താവിന് 3 മക്കളും ഉണ്ടായച്ച. ഇത് കേട്ട് സുന്ദരിക്കാരനായ തന്തപ്പടി, ആഹാ, അത്ര അഹങ്കാരമോ നിന്റെ ഭർത്താവിന്? എന്റെ മകളെ വിജയമണ്ണം കല്യാണം കഴിച്ചു കൊടുത്താൽ അവന് എന്റെ മകളെ കൂടാതെ വേറൊരു വേലക്കാരി പ്രാപിച്ച് 3 സന്തതികളെ സൃഷ്ടിച്ചു. അത് ശരി, അവൻ ഞാൻ വെറുതെ വിടില്ല. കാരണം അവൻ വേറെ പെണ്ണിന്റെ പിന്നാലെ പോയിട്ട് അവൻ സന്തതികളെ സൃഷ്ടിച്ചത് അവൻ നല്ല ആരോഗ്യവാനായതുകൊണ്ടല്ലേ, അവൻ ശക്തനായതുകൊണ്ടല്ലേ, പെണ്ണുങ്ങളെ പ്രാപിക്കാൻ തക്ക ഓജസ്സുള്ളതല്ലേ. സ്വാമി പെട്ടെന്ന് ശാപവും കൊടുത്തു. ഈ നിമിഷം നിന്റെ ഭർത്താവ് വൃദ്ധനായി പോട്ടെ. ഒന്നും മനസ്സിലായതല്ലേ ഇല്ലയോ? ഈ നിമിഷം നിന്റെ ഭർത്താവ് വൃദ്ധനായി പോട്ടെ എന്ന്. അപ്പൊ നോക്കിയപ്പം ദേവയാൻ നോക്കിയപ്പം സുന്ദരനായിരിക്കുന്ന ചെറുപ്പക്കാരനായിരിക്കുന്ന അവരുടെ ഭർത്താവ് യയാതി ഇപ്പൊ ആരായി? പാടുവൃദ്ധനായി. അച്ഛോ, ഇതിലൊന്നും നിങ്ങളെ ശാപമായി പോയത്. പക്ഷേ കേട്ടത് അച്ഛനെ ചിത്ത പിടിക്കാൻ പോകും. ഈ തന്തപ്പൊടി ചതച്ച് കിളവനാക്കിയാൽ ആരെയാ? സത്യത്തിൽ മോളോടുള്ള സ്നേഹം കൊണ്ട് ശപിച്ചതാ. പക്ഷെ മോടെ ഭർത്താവാണ് ആരായി പോയത്? അച്ഛോ, എന്തൊരു ശാപമോ അച്ഛൻ ശപിച്ചത്. എന്റെ ഭർത്താവിന് കണ്ടോ മോളെ ഇതേ സ്നേഹമൊക്കെ മാറിയത്. അയ്യോ മോളെ, ഞാൻ അത്രയെ ഓർത്തില്ലടി, പിന്നെ ഓർത്തില്ല. ശാപമോട്ടുണ്ടാ? ശാപമോട്ടെന്താ? പെൺപിള്ളേർക്ക് അച്ഛന്മാരുടെ സാഹചര്യം പിന്നെ എന്തോക്കെയാണെന്നറിയോ? ശാപമോട്ടം തരാണെന്ന് അച്ഛ പറഞ്ഞു. ശപിക്കുന്ന ഓരോന്നും എളുപ്പം ശാപമോട്ടം ഒക്കെ ചിക്കടി. പിന്നെ എങ്ങനെയാ? പിന്നെ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ശാപമോട്ടത്തിനൊരു മാർഗമേ ഉള്ളൂ. എന്താ അത്? നിനക്കെത്ര പിള്ളേര്? 2, മറ്റുള്ളവർക്ക് 3. അപ്പം നിന്റെ മക്കൾ ആരെങ്കിലും അച്ഛൻ്റെ വാർദ്ധക്യം സ്വീകരിച്ചാൽ ഈ യൗവനം അങ്ങോട്ട് കൊടുത്താൽ നിന്റെ ഭർത്താവ് ചെറുപ്പക്കാരനാവും. കേട്ടോ? മക്കൾ പിതാവിൻ്റെ വാർദ്ധക്യം സ്വീകരിക്കണം. എങ്കിൽ വാർദ്ധക്യം മക്കൾക്കും യൗവനം അച്ഛനും കിട്ടും. ഒരു പോക്ക് ശാപം. താനൊക്കെ എന്തൊരു തന്തയാണോ എന്നുള്ള മട്ടത്തിൽ ഏതോ സിനിമയ്ക്കകത്ത് ദിലീപ് പറയുമല്ലോ, ഏതോ ഇഷ്ടം സിനിമയ്ക്കകത്തോ പറയുന്ന പോലെ ഇതൊക്കെ ഇങ്ങോട്ട് തന്തയുടെ മോനായിക്കൊണ്ടൊക്കെ പോലെ രസകരമായ കാര്യമുണ്ടല്ലോ. ഇയാളുടെ സ്വന്തം അച്ഛനെ മനസ്സുകൊണ്ടാണെങ്കിൽ ഒന്ന് വെറുത്തിട്ട് ദേ നോക്കിക്കുകയും ഇതേ ദേവയാനി ചെന്നിട്ടുണ്ടല്ലോ. സ്വന്തം മക്കളായ ദേവേന്ദ്ര മക്കളുടെ പേര് ഓർമ്മയുണ്ട്. ഇപ്പം ഞാൻ ഒരു പേര് അപ്പോഴും മറന്നേ. നിങ്ങളെ എങ്ങനെയൊക്കെയാണ് നോക്കിയത് എനിക്കറിയാം. ഇപ്പം എന്നാൽ ഞാൻ ഇത്രയും പേര് പറഞ്ഞിട്ട് ആരും ഒന്നും ഇങ്ങോട്ട് പറയുന്നില്ലല്ലോ. ദ്രുഹു, ദ്രുഹു മോനെ, ദ്രുഹു ഇങ്ങോട്ട് വന്നേടാ. അമ്മയുടെ കുഞ്ഞുമോനല്ലേടാ? കുഞ്ഞുമോനൊക്കെയാണ്. അമ്മ എന്താ വേണം? അമ്മയെ കുഞ്ഞുമല്ല ഉണ്ടോ? അല്ലട മോനെ, നിന്റെ അച്ഛനെ കണ്ടോടാ നീ? അച്ഛനെ കണ്ടു. അപ്പൂപ്പൻ അച്ഛനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നിന്റെ അപ്പൂപ്പൻ ശപിച്ചതാ. പിന്നെ അപ്പൂപ്പന് ശാപം മാറ്റാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. മോൻ്റെ യൗവനം അച്ഛൻ അങ്ങോട്ട് കൊടുത്തിട്ടേ കുറച്ച് കാലത്തേക്ക് അച്ഛൻ്റെ വാർദ്ധക്യം സ്വീകരിക്കാമോ? പിന്നെ എൻ്റെ ഈ യൗവനം അച്ഛന് കൊടുത്തിട്ട് അച്ഛൻ്റെ വാർദ്ധക്യമോ? അമ്മയുടെ പഠനമൊക്കമ്മേ. ദേവയാരുടെ മൂത്തമ്മ കൊടുത്തില്ല. അപ്പൊ അനുഗ്രൂഹൻ്റെയൊക്കെ ചെന്നു. മോനെ അനുഗ്രഹു, ചൗവനം എൻ്റെ യൗവനം അച്ഛന് കൊടുക്കണം. അച്ഛൻ്റെ വാർത്തയ്ക്ക് ഞാൻ സ്വീകരിക്കണം. വേണ്ട, ഞാൻ അപ്പൂപ്പനോട് പറഞ്ഞ അമ്മയെ കൂടെ ശമിപ്പിച്ച് കിടത്തിയാക്കി തരാം. അപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. ആ മോനായി എന്താ ചെയ്യും? പിന്നെ ഇതേ ദേവയാനിക്ക് ശർമ്മിഷ്ഠയുടെ കാലം ടിക്കറ്റ് വന്നു. കണ്ടോ? ഇപ്പൊ ശർമ്മിഷ്ഠയുടെ സമയം തെളിയുന്ന കണ്ടോ? ശർമ്മിഷ്ഠ, നീ കൃഷ്ണവർമ്മ മഹാരാജാവിൻ്റെ മകളാണല്ലോ. നീ ഇപ്പം ശാപത്തിൻ്റെ ദോഷങ്ങൾ എൻ്റെ കൂടെ എൻ്റെ തൊഴിലായിട്ടൊക്കെ വന്നെങ്കിലും നമ്മൾ രണ്ടാളും ഒരാളിൻ്റെ ഭാര്യയായിട്ടിരിക്കുന്നവരല്ലേ. നിനക്ക് 3 മക്കളും എനിക്ക് 2 മക്കളും. എൻ്റെ 2 മക്കളോട് നമ്മുടെ ഭർത്താവിൻ്റെ ആ വാർത്തയ്ക്ക് ഒന്ന് മാറ്റിത്തരാൻ വേണ്ടി പറഞ്ഞിട്ട് മക്കൾ കേട്ടില്ലടി, നീ നിന്റെ മക്കളോടൊന്ന് പറയടി എന്ന് പറഞ്ഞ് ശർമ്മിഷ്ഠ തയ്യാറായി. ശർമ്മിഷ്ഠ മൂത്ത മോനെ വിളിച്ചു. ഏതു മോനെ? ഏതു അച്ഛൻ കണ്ടോടാ വൃദ്ധനായിരിക്കുന്നത്. എൻ്റെ പൊന്നുമോനെ, നീ നിന്റെ യൗവനം അച്ഛന് കൊടുത്തിട്ട് അച്ഛൻ്റെ വാർദ്ധക്യം കുറേ കാലം വാങ്ങിയിടാ. അച്ഛൻ്റെ നാണമുണ്ടോ എന്ന് ഇങ്ങനെ പറയാനുണ്ടെങ്കിൽ ഇതും കൊടുത്തില്ല, തുർവസവും കൊടുത്തില്ല. എന്നാൽ പൂർവ്വ എന്നെ മകനോട് പറഞ്ഞു, മകനെ ശരി, അച്ഛന് വേണ്ടിയിട്ട് തൻ്റെ യൗവനം അച്ഛന് കൊടുത്തിട്ട് അച്ഛൻ്റെ വാർദ്ധക്യം ഏറ്റുവാങ്ങിയിട്ടുള്ള മക്കളും ഈ ഭാരതഭൂമിയിലുണ്ട്.
പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ചിന്തിച്ചേക്കണം കൂട്ടത്തിൽ. ഇപ്പോൾ ആ പൂരുവിൻ്റെ അമ്മയോടൊത്ത് ജീവിക്കുന്ന, എനിക്ക് പൊതുവെ പറയാൻ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്, ആ പൂരുവിൻ്റെ യൗവനവും വാങ്ങിച്ച് ജീവിക്കുന്ന യയാതി ചക്രവർത്തി ഇപ്പോൾ ആരാണ് ശരിക്കും യൗവനം സ്വീകരിച്ച് ശരിക്ക്? മകനല്ലേ? ആ മകനല്ലേ അമ്മയോടൊത്ത് കഴിയുന്നത്? ഒരു അധർമ്മത്തിൻ്റെ അംശങ്ങളെ കണ്ടു വരുന്നില്ലേ? അറിയാതെയാണെങ്കിലും ഇത്തരം അക്രമങ്ങളൊക്കെ ഭാരതഭൂമിയിൽ എവിടെയൊക്കെയോ ബാധിച്ചതിൻ്റെ ഭരണഫലം ഇന്ന് നാം പേറുന്നു എന്നുള്ള വസ്തുതയും മറന്നു പോകാതിരിക്കുക. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് സ്വന്തം യൗവനം കൊടുത്തിട്ട് വാർദ്ധക്യം തിരിച്ചു വാങ്ങിച്ച യൗവനം കൊടുത്തിട്ട് വാർദ്ധക്യം തിരിച്ചു വാങ്ങിച്ച മക്കളുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അടുത്തതയിലേക്ക് ഒന്ന് കയറി ചെന്നാൽ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏത് അനുഭവത്തിൻ്റെയും പിന്നിൽ കർമ്മങ്ങളുണ്ട്. ഏത് കർമ്മങ്ങളുടെയും പിന്നിൽ അനുഭവമുണ്ട്. ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നു, പഞ്ചഭൂതങ്ങളാൽ തീർത്തൊരി നശ്വര വപുസ്തടും വലിയ നശ്വരനാം മർത്യൻ എൻ്റെ ലോകമണഞ്ഞിടാൻ ആയുസുതീർന്നുണിൻ ഭർത്താവ് എന്നീ ഭാരതഭൂമിയിൽ സ്വകർമ്മ ഫലഭോഗാർത്ഥം പോകുകയാണ് അവൻ എൻഗ്രഹം. കർമ്മത്തെന്ന് കേൾക്കണം. കർമ്മത്താൽ ജീവിയുണ്ടായി, കർമ്മത്താൽ താൻ നശിപ്പത്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമാണ് നമുക്ക് തുക. കർമ്മത്താൽ താൻ ജനിക്കുന്നു, സുഖദുഃഖ ഭയാദിയും. നമ്മുടെ വാർഡിൽ ദൂരെയൊന്നും പോകണ്ട, നാട്ടിലും രാജ്യത്തൊന്നും കറങ്ങി നടക്കണ്ട. നമ്മുടെ ഇവിടെ തന്നെ, നിങ്ങളുടെ ഈ വാർഡിൽ തന്നെ എത്ര വീടുകളുണ്ട്, അവിടെയുള്ളയാണോ എത്ര ആൾക്കാരുണ്ട്, എല്ലാവരുടെയും ജീവിതം ഒരുപോലെയാണോ? സമ്പത്തിൻ്റെ ഉത്തരശ്രമത്തിൽ വിരാജിച്ചുകൊണ്ട് സർവ്വ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ചില രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന ചില ആൾക്കാർ. നോക്കിക്കേ, ഇത്തരം ജീവിതാനുഭവങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അതിന് ഉത്തരവാദിക്ക് ഭാവന നൽകുന്നത്, കർമ്മത്താൽ താൻ ജീവിയുണ്ടായി, കർമ്മത്താൽ താൻ നശിപ്പതും, കർമ്മത്താൽ താൻ ജനിക്കുന്നു, സുഖദുഃഖ ഭയാദിയും, കർമ്മത്താൽ താൻ ജന്മനാശഹീനനാം വിഷ്ണുദാസനായി ഇന്ദ്രനായും ബ്രഹ്മപുത്രനായും ജീവൻ ഭവിക്കയാം. കർമ്മത്താൽ താൻ സിദ്ധികളും അമരത്വം ഒവിധം വിഷ്ണു സാധോക്യാദികളും ശ്രദ്ധിച്ചിടുന്നു നിർണയം. അപ്പൊ നമ്മുടെ ജീവിതങ്ങൾ ഏതൊക്കെ തരത്തിലേക്ക് വഴിതിരിച്ച് വിടണമെന്ന് ബോധമുള്ള ഈ നമ്മൾ തീരുമാനിക്കണം. കർമ്മം കൊണ്ട് നമുക്ക് മുനിയാവണോ, തപസ്വിയാവണോ, ക്ഷത്രിയനാവണോ, വൈശ്യനാവണോ, മ്ലേച്ഛനാവണോ, അങ്ങനെ ആണും പെണ്ണും കെട്ടവനായി കഴിയണോ, രാക്ഷസനാവണോ, ഇനി കിന്നരന്മാരാവണോ, സിദ്ധന്മാരാവണോ, പശുവാവണോ, കാട്ടുജീവിയാവണോ, കൃമിയാവണോ, ക്ഷുദ്രജീവികളാവണോ, അസുരന്മാരാവണോ, ഏതും നമ്മളുടെ കർമ്മത്തെ ആശ്രയിച്ചാണ് എന്ന ബോധത്തോടുകൂടി വേണം ജീവിക്കാൻ എന്ന് നമുക്ക് വളരെ വ്യക്തമായ ഒരു നിർദ്ദേശം നൽകുകയാണ്. അതാ 28-ാം അധ്യായം ശ്രീനാരായണൻ പറഞ്ഞു, യമന്റെ ഈ വാക്കു കേട്ട് സാവിത്രി സലിമാർമണി ഭക്തിപൂർവ്വം ചിരിച്ചുകൊണ്ട് ദേവമോദി മനസ്വിനി, കർമ്മം എന്നാൽ എന്ത്, അത് എമ്മട്ടുണ്ടായി തീരുന്നത് എന്തിനാൽ, ദേഹിയ ദേഹമെന്ത്, ആരി കർമ്മം ചെയ്യുന്നതും വിഭോ. ഞാൻ ചോദ്യോത്തരം പോലെ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചിലങ്ങനെ മനസ്സിലാക്കാതിരിക്കത്തില്ല. കർമ്മം എന്നാൽ എന്ത്, എമ്മട്ടുണ്ടായി തീരുന്നത് എന്തിനാൽ, ദേഹിയ ദേഹം എന്തായി കർമ്മം ചെയ്യുന്നതും വിഭോ. ജ്ഞാനം, ബുദ്ധി, പ്രാണൻ, ഇന്ദ്രിയങ്ങളും ലക്ഷണങ്ങളും എന്തുവാൻ ആരിവയ്ക്കെല്ലാം നാഥൻ എന്നും ഉരയ്ക്കനീൻ ഭുജിപ്പോൻ ഭുജിക്കുന്നോൻ ഭോഗമോക്ഷങ്ങളും തഥാ ജീവനും പരമാത്മാവും ആരാരനുരചികനീൻ. ധർമ്മദേവൻ പറഞ്ഞു, വേദോക്തമാം കർമ്മമത്രേ ധർമ്മവും ശുഭകർമ്മവും. അവൈദികം കർമ്മമെല്ലാം അശുഭം കർമ്മമായി വരും, നിഷ്കാമമായി ചെയ്യും. അഹേതുകമാം ദേവസേവതാൻ കർമ്മങ്ങളെ നശിപ്പിച്ച പരഭക്തിയെ കിടും. ഇതൊക്കെ വരയിട്ട് കേൾക്കേണ്ട ഭാഗങ്ങളാണ്. നിഷ്കാമമായി ചെയ്യും, അഹേതുകമാം ദേവസേവതാൻ കർമ്മങ്ങളെ നശിപ്പിച്ച് പരമഭക്തിയെ കിടും. നിർലേപനായി കർമ്മഫലം ഭുജിക്കും ബ്രഹ്മഭക്തനെ ജന്മമൃത്യു ജലാവ്യാധി ശോകഭീതി വിഹീനനായി
മുക്തനായി വേദമകലം കീർത്തിക്കുന്നു നിരന്തരം വിവിധം ഭക്തി എന്നായി ഘോഷിപ്പൂ നിഗമം സതിയും നിർഗുണാത്മകവും പിന്നെ സഗുണാത്മകമായതും ഇച്ഛിപ്പൂ വിഷ്ണു ഭക്തന്മാർ സഗുണാത്മക ഭക്തിയെ നിർഗുണ ഭക്തി ഇച്ഛിപ്പൂ യോഗിമാർ ബ്രഹ്മവിത്തമർ കർമ്മത്തിൻ ഫലദാതാവും കർമ്മത്തിൻ ബീജരൂപവും കർമ്മരൂപരുമാത്മാവാം പരാപ്രകൃതി അമ്പരൻ കർമ്മത്തിന്റെ ഖേതുവും അവൻ ദേഹം നശ്വരമെപ്പോഴും ഭൂമിയും ജലം ആകാശം വായു തേജസ്സുമാക്കുകിൽ ശൂദ്രരൂപങ്ങളായി നിൽക്കൂ പരമാത്മാവിന്നു സൃഷ്ടിയിൽ കർമ്മം ചെയ്യുന്നവൻ ദേഹി പുലിപ്പവൻ ഈശ്വരൻ സുഖദുഃഖങ്ങളാൻ ഭോഗം മോശമെന്നത് താൻ ഫലം കർമ്മം ചെയ്യുന്നവൻ ദേഹി കർമ്മം ചെയ്യുന്നത് ആത്മാവ് പുരിപ്പിക്കുന്നവൻ ഈശ്വരൻ സുഖദുഃഖങ്ങളാൻ ഭോഗം മോശമെന്നത് താൻ ഫലം ആത്മാനാത്മവിവേകം താൻ ജ്ഞാനമതുനെ ആത്മാവേതാണ് അനാത്മാവേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നതെന്തോ അതാണ് ജ്ഞാനം ആത്മാവ് അനാത്മാവ് എന്ന വിവേകം അതാണ് ജ്ഞാനമെന്നത് നിശ്ചയം വിഷയത്തിന്റെ വിഭാഗങ്ങൾ തിരിച്ചറിയുന്നതും ജ്ഞാനത്തിൻ ബീജവും ബുദ്ധിയെന്നു കീർത്തിപ്പു നന്മറം വെച്ചാൽ ഭേദങ്ങൾ ദേഹികൾക്ക് ഉയരാം വായുഭേദം പ്രാണങ്ങളെന്നതും കർമ്മപ്രേരകമായ കുറ്റം ഇന്ദ്രിയങ്ങളിൽ മുഖ്യനായി ദേഹിക്കു ദൃശ്യം ദൂർവാരം അന്യൂഖ്യം അനുരൂപ്യമായി ഈശ്വരാംശമം ജ്ഞാനഭാവം മനസ്സെന്നത് ഓർക്കനീ നേത്രം മൂക്കും ത്വക്ക് കാത് നാവെന്നീ ഇന്ദ്രിയങ്ങളാൽ ദേഹിക്കംഗങ്ങളായി ദുഃഖ സുഖകേതുക്കളായി ശത്രുമിത്രങ്ങളും കർമ്മപ്രേരകങ്ങളുമായവൻ സൂര്യവായൂധര ബ്രഹ്മാദ്യന്മാർ ഇന്ദ്രിയ നായകർ പ്രാണ ദേഹാഭിത്തത്തെയും ജീവനെന്നത് മുതലാം പരാപരം നിർഗുണവും സർവവ്യാപകമായതും കാരണാത്മാവാം ബ്രഹ്മം പരമാത്മാ വിധി സ്മൃതം നിന്റെ ചോദ്യങ്ങൾക്ക് സർവം ചൊന്നേൻ ജാതിക രൂപമായി വേദോക്തമാം ഉത്തരം ഞാൻ പോയാലും നീ യഥാസ്തുതം സാവിത്രി പറഞ്ഞു എൻ കാന്തനെയും വിജ്ഞാന കടലാം നിന്നെയും വിഭോ വിട്ടെങ്ങു പോകാൻ ഞാൻ സന്ദേഹം എല്ലാം അകറ്റുക ഏതേതു കർമ്മത്താൽ ജീവൻ പോവത് ഏതേത് യോനിയിൽ നമ്മുടെ കർമ്മങ്ങളനുസരിച്ച് നമുക്ക് കിട്ടാവുന്ന കുറെ ജന്മങ്ങൾ ഏതൊക്കെ എന്നാണ് ഇതിന്റെ അർത്ഥം ഏതേതു കർമ്മത്താൽ ജീവൻ പോവത് ഏതേത് യോനിയിൽ ഏതേതു കർമ്മത്താൽ സ്വർഗ നരകങ്ങൾ വിപദം ഏതേതു കർമ്മത്താൽ ഉണ്ടാം മുക്തിയും ഗുരുഭക്തിയും യോഗിയായും രോഗിയായും തീർന്നിടുന്നതും ഏതിനാൽ ദീർഘായുസാം അല്പായുസായും തീരുന്നത് ഏതിനാൽ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ കുട്ടിക്കാലത്ത് മരിച്ചു പോകുന്നു ദീർഘകാലങ്ങൾ നരകിച്ചിട്ടും മരിക്കുന്നില്ല ചില നല്ല സന്തോഷകരമായ ജീവിതം നയിച്ച് വാർദ്ധക്യത്തിൽ അരട്ടില്ലാതെ മരിക്കുന്നു അതാണ് ദീർഘായുസായും അല്പായുസായും തീരുന്നത് ഏതിനാൽ ദുഃഖിയായി സുഖിയായി തീരുന്നത് ഏതിനാൽ വിഭോ അംഗഹീനൻ ചെകിടനും ഒറ്റക്കണ്ണനും അന്ധനും മുടന്തനും ഭ്രാന്തനുമായി തീർന്നിടുന്നതുമേതിനാൽ ദേവി ഭാവം പഠിച്ചാൽ നമുക്ക് സമൂഹത്തിന് പരിച്ഛേദം പഠിച്ചുകൊണ്ടിരിക്കും ഭ്രഷ്ടനായി രുഗ്ധനായി കള്ളനായും തീരുന്നതേതിനാൽ സിദ്ധി സാലോക്യാദികളും ഉണ്ടാവുന്നതുമേതിനാൽ തപസ്വിയായി ബ്രാഹ്മണനായി തീരുന്നതും അതേവിധം സ്വർഗവൈകുണ്ഠങ്ങളുടെ സിദ്ധിയും കർമ്മമേതിനാൽ സിദ്ധിപ്പതേതിനാൽ ബ്രഹ്മൻ ഗോലോകം അഖിലോത്തമം എത്ര എമ്മട്ടൊക്കെയാണ് നരകങ്ങളുടെ മോദകം ആർക്കേതേത് നരകം എത്ര നാളങ്ങ് വാഴണം ഏതേത് പാപകർമ്മത്താൽ വ്യാധി ഏതേതണഞ്ഞിടം ഞാനീ ചോദിച്ചതെല്ലാം നീ വിസ്തരിച്ചത് ചെയ്യണം സാവിത്രി പരിശ്രമം 28-ാം അധ്യായം അതാ 29-ാം അധ്യായം ശ്രീ നാരായണൻ പറഞ്ഞു സാവിത്രൻ ചോദ്യം ഇത് കേട്ട് വിസ്മിതനാദ്യവൻ ജീവ കർമ്മ വിഭാഗത്തെ ചിരിച്ചും കൊണ്ട് ഉരയ്ക്കയായി വത്സേ ധർമ്മദേവൻ സാവിത്രി ദേവിയുടെ പറയാണ് വത്സേ വയസ്സ് 12 മാത്രമാം കനെയെങ്കിലും വൃദ്ധജാതികളാം യോഗികൾക്കും ഇല്ല ആദിവിത്രയും സാവിത്രി വരദാനത്താൽ സാവിത്രി കുലയായ നീ പിറന്നു രാജസുതയായി തപസ്സാൽ തത്സമാനയായി ഹരിക്ക് താർമകൾ ഗൗരി ഹരന് അതിഥിയാം സതി കശ്യപനും ഗൗതമനിച്ചിട്ട് അഹല്യാദേവിയും തഥാം മഹേന്ദ്രന് സജീദേവി ശീതലസ്ത്രീക്ക് രോഹിണിയും അങ്കജനു രതീദേവി വന്നിക്ക് ആ സ്വാഹ പോലെയും സ്വതാദേവി പിതൃക്കൾക്കും സൂര്യന് ആ സത്യ പോലെയും യജ്ഞന് ദക്ഷിണാദേവിയും പാശിക്ക് വരുണാനെയും കുകന് ഷഷ്ടി പോൽ ഭൂമി പരാഗമെന്ന പോലെയും വാണാലും ഭാഗ്യമേറും നീ സത്യവാന്തന്റെ പത്നിയായി തന്നെ നീ വരും ഏകാം ഞാൻ ഇനിയും നിഹിതപ്പടി വരിച്ചാലും മഹാഭാഗേ തരാം
നിൻഹിതമൊക്കെയും സാവിത്രി പറഞ്ഞു. എനിക്ക് ഔരസപുത്രന്മാർ 100 പേർ സംഭവിക്കണം. ഔരസപുത്രന്മാർ വെച്ചാൽ സ്വന്തം മക്കളെന്നർത്ഥം. ഇഷ്ടമാമി വരം നൽകിയാലും സത്യപരായണം. മക്കൾ മൂലം പിതാവിനും കാഴ്ചയും രാജ്യലാഭവും സുശീലം അനുഭവിക്കണം. ഇതാണ് നീക്ഷിതം വരം. ലക്ഷവർഷം സത്യവാനോത്തുമാണ് ഒളിവിൽ പ്രഭു പ്രാപിക്കണം വിശ്വലോകം നൽകമേ വരമീഹിതം കേൾക്കാനുണ്ടാഗ്രഹം പാരം ജീവകർമ്മ വിഭാഗവും പ്രപഞ്ചക്കടൽ താണ്ടാനുള്ള ഉപായവും വിളക്കണീ. ധർമ്മരാജാവ് പറഞ്ഞു, പതിക്കും നിന്റെ ഇഷ്ടം പോലെല്ലാം നല്ല പുരോക്രമേ ജീവകർമ്മ വിഭാഗം ഞാൻ ഇനി ചൊല്ലാം ശ്രവിക്കണേയും. ശുഭാശുഭം കർമ്മമെല്ലാം ഉണ്ടാവുന്നത് മുഖിതം ഭുജിപ്പതും പുണ്യമേറും ഭാരതത്തിങ്കൽ മാത്രമാം. ഈ ഭാരതഭൂമി ജനിക്കുന്ന ജീവനല്ലാതെ പുണ്യങ്ങൾ അനുഭവിക്കാൻ പറ്റില്ല. ശുഭാശുഭം കർമ്മമെല്ലാം ഉണ്ടാവുന്നത് മുഖിതം ഭുജിപ്പതും പുണ്യമേറും ഭാരതത്തിങ്കൽ മാത്രമാം. സുരാസുരന്മാർ, ദൈത്യന്മാർ, ഗന്ധർവന്മാർ, മനുഷ്യരും പശുവാദികൾ ഒഴിച്ചുള്ളവരെല്ലാം കർമാധികാരികൾ നാനാ യോനിജരായി കർമ്മം ഭുജിപ്പൂ മുഖ്യജീവികൾ സർവത്ര സൗഖ്യനാഗത്തിൽ നിരയത്തിങ്കലല്ലലും മുഖ്യജീവികൾ ഈ മണ്ണിൽ പിറന്നു പല ജാതിയായി. പൂർവാചികം പുണ്യപാപ ഫലമെല്ലാം ഭുജിക്കയാം. ശുഭകർമ്മങ്ങളാൽ പോകും സ്വർലോകാദി ഇല്ലെങ്കിലോ പാപകർമ്മങ്ങളാൽ ചെന്ന് വീശും. ആ നരകത്തിലും കർമ്മങ്ങളില്ലാതാക്കാനായി ചൊല്ലൂ ദിവ്യ ഭക്തിയെ. നിർവാണ ഭക്തി താണൊന്ന്, സഗുണം ഭക്തി മറ്റരും. ദുഷ്കർമ്മത്താൽ രോഗിയാവും കേട്ടോളൂ. ദുഷ്കർമ്മത്താൽ രോഗിയാവും, സൽക്കർമ്മത്താൽ ആരോഗ്യം. അല്പായുസം ചിരായുസം, കർമ്മത്താൽ സുഖാദിയും. ദുഷ്കർമ്മത്താൽ അംഗഹീനം, അംഗരാദികളുമായതും സിദ്ധിയും മറ്റുമുണ്ടാവുന്നതും സത്കർമ്മശക്തിയാൽ. ചൊന്നയും സാമാന്യമായി ദേവി കേട്ടാലുവിന് ദുർലഭം വിശേഷമായുള്ളതേതാ ഗോപ്യം ശ്രുത്യാദിയെങ്കിലും ഭാരതോർവിയും ഈ മധ്യജന്മം തന്നെ സുദുർലഭം. അതിൽ വെച്ചത്രയും ശ്രേഷ്ഠം പ്രശസ്തം വിപ്രജന്മവും ബ്രഹ്മജനാം വിപ്രനത്രേ സർവോത്കൃഷ്ടം പതിപതേ. രണ്ടു മട്ടുണ്ട് വിപ്രന്മാർ, കാമി നിഷ്കാമി. ഇങ്ങനെ സകാമരേക്കാൾ നിഷ്കാമ ഭക്തിയുള്ളവർ ഉത്തമർ. സകാമരേക്കാൾ നിഷ്കാമ ഭക്തിയുള്ളവർ ഉത്തമർ. സകാമനോ കർമ്മഭോഗി, നിഷ്കാമൻ നിരുപദ്രവി. ദേഹാന്ത്യത്തിൽ അവൻ പ്രാപിച്ചിടും ശാശ്വതമാം പദം. നിഷ്കാമികൾക്കില്ല ദേവി പുനർജന്മം ഒരിക്കലും. നിഷ്കാമികൾക്കില്ല ദേവി പുനർജന്മം ഒരിക്കലും. ദിവ്യരൂപതല ഭക്തർ ഗോലോകം പുക സർവദാ ദിഗ്വിജൻ കൃഷ്ണപരമാത്മാവെ സേവിച്ചു വാണിടം. സകാമരാം വിഷ്ണുഭക്തർ വൈകുണ്ഠത്തിലടഞ്ഞിടും. വീണ്ടും ബ്രാഹ്മണരായി വന്നു പിറക്കും. ഭാരതൂർണിയിൽ കാലാന്തരത്തിൽ നിഷ്കാമന്മാരായി തീരും ക്രമാരവർ. നിർമ്മലം ഭക്തിയും നൂനം അവർ കേൾക്കുന്നു. പിന്നെ ഞാൻ സകാമരായി പിറക്കുന്നു. വിപ്രകം വൈഷ്ണവർക്കുമേ ചിത്ത നറുനില്യം ഉണ്ടാകാ. വിഷ്ണുഭക്തി വരുന്നവരെ സകാമരായി എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് അമിത കാമകരായി നടക്കുന്നവർ. സകാമരായി പിറക്കുന്ന വിപ്രകം വൈഷ്ണവർക്കുമേ ചിത്ത നറുനില്യം ഉണ്ടാകാ. വിഷ്ണുഭക്തി വരുന്നവരെ. ഇപ്പൊ നമുക്കറിയാം, അമ്പലങ്ങളിലൊക്കെ പൂജ ചെയ്യുന്ന ആൾക്കാർ ബ്രാഹ്മണരാണെങ്കിൽ പോലും അവർക്കൊക്കെ സമ്പത്തിനോടുള്ള അമിതമായിരിക്കുന്ന ആഗ്രഹം അതല്ല അവർക്ക് തന്നെ അപകടമായി തീരും. പിന്നീട് അവർക്ക് ചിത്ത നൈർമല്യം ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമാണ് എന്നൊക്കെ വളരെ വ്യക്തമായി പറയുന്നു. നമ്മുടെ കർമ്മം നമ്മൾ കുറച്ച് സത്യസന്ധമായി ചെയ്യുക. പല ഈശ്വരൻ തരേണ്ടതാണ്. എനിക്ക് ഇന്നത് കിട്ടണം, ഇന്നത് കിട്ടും എന്നുള്ള വിചാരത്തിൽ പണിയെടുത്താൽ കിട്ടുന്നത് ഫലപ്രദമാകണമെങ്കിൽ ഈശ്വരനോട് അനുഗ്രഹമാവട്ടെ. ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ വേണം. തപസ്യയും തീർത്ഥസേവാദിയും ചെയ്യുന്ന ഒരു അന്തരം ബ്രഹ്മലോകമണങ്ങിയ വീണ്ടും ജന്മമെടുത്തിടും. സധർമ്മരതരായി തീർത്ഥസേവ ചെയ്യാത്ത വിപ്രരും എനിക്കും സത്യലോകത്തിൽ വീണ്ടും മണ്ണിൽ പിറന്നിടും. സ്വധർമ്മനിഷ്ഠരായി സൂര്യഭക്തന്മാരാകും അന്തരം സൂര്യലോകം കിണിച്ചിങ്ങി വീണ്ടും വന്ന് പിറന്നിടും. ധർമ്മിഷ്ഠരാം മൂലദേവി ഭക്തർ നിഷ്കാമരാമവർ പുനരാവൃത്തിയില്ലാതെ മണിദീപത്തിൽ വാണിടും. മണിദീപം നമ്മുടെ ദേവി അധിവസിക്കുന്ന സ്ഥലം. ഭഗവാൻ വൈകുണ്ഠത്തിൽ വസിക്കുന്നെന്ന് പറയുന്ന പോലെ, ശിവൻ കൈലാസത്തിൽ വസിക്കുന്നെന്ന് പറയുന്ന പോലെ സാക്ഷാൽ ദേവി വസിക്കുന്ന സ്ഥലമാണ് വൈകുണ്ഠം. നമ്മൾ അവസാന ദിവസം മണിദീപം, അവസാന ദിവസം മണിദീപമൊക്കെ സൃഷ്ടിക്കും. അവസാന ദിവസം ആരും മിസ്സാക്കാതിരിക്കാൻ നോക്കണം. സ്വധർമ്മനിഷ്ഠരായി സൂര്യഭക്തന്മാരാകും അന്തരം സൂര്യലോകം ഗമിച്ചിങ്ങി വീണ്ടും വന്ന് പിറന്നിടും. ധർമ്മിഷ്ഠര മൂലദേവീ ഭക്തർ നിഷ്കാമരാമവർ പുനരാവൃത്തിയില്ലാതെ മണിദീപത്തിൽ വാണിടും. സ്വധർമ്മരഥർ
ശൈവന്മാർ ശക്തന്മാർ ഗാണപത്യരും ശിവലോകം ഗമിച്ചിഞ്ഞ് വീണ്ടും വന്നു പിറന്നിടം സ്വധർമ്മനിഷ്ഠരായി അന്യദേവോപാസന ചെയ്യുവോർ അതാ ദിനങ്ങളിൽ ചെന്ന് വീണ്ടും ഇഞ്ഞു പിറന്നിടം നിഷ്കാമ ഹരിഭക്തന്മാർ സ്വധർമ്മരതടന്തരം ഹരിലോകത്തിരണയും ക്രമത്തിൽ ഭക്തി ശക്തിയാൽ സ്വധർമ്മം വിട്ട് ദേവാന്യോപാസനാരതരാന്തികർ സകാമരാജാനകിരണയും നരകം ദ്രവം സ്വധർമ്മം താൻ ചെയ്തു വാഴും 4 വർണ്ണങ്ങളും സതി ശുഭകർമ്മത്തിൻ ബലം പൂജിക്കുന്നവരായി വരും സ്വധർമ്മത്തെ കൈവിടുന്നവരെന്നും നരകമാണ്ടിടും ഭാഗത്തിൽ കർമ്മഭുക്തിക്കവർ പിന്നെ പിറന്നിടാം സ്വധർമ്മരതരാവേണമതിനാൽ 4 ജാതിയും സ്വധർമ്മനിഷ്ഠനാം വിപ്രൻ അന്നേതു മുട്ടു സ്വധർമ്മനിഷ്ഠനാം വിപ്രനതെ മുട്ടുള്ളൊരന്തണൻ സ്വകന്യകയെ കൊടുത്തെന്നാൽ ചന്ദ്രലോകമണഞ്ഞിടും 14 ഇന്ദ്രതൻ കാലം അവിടെത്താൻ സുഖിച്ചിടും ഭൂഷാചേർത്ത് നൽകിയിട്ടുണ്ടാം ദ്വിഗുണമാം ഫലം സകാമന്മാരങ്ങ് ചെല്ലുന്നെങ്കിൽ നിഷ്കാമരായവർ അണയും വിഷലോകത്തിൽ ഫലകാംക്ഷയാൽ പാൽ നെയ്യും വെള്ളി തണ്ണീരും ഫലം വസ്ത്രം സുവർണവും വിപ്രൽക്കു ദാനം ചെയ്യുന്നു ചന്ദ്രലോകം ഗമിച്ചിടും ഒരുവൻ നന്ദരന്മാരും അവിടത്താൻ വരാങ്കനെ സുചിരം തത്തതാൻ ചന്ദ്രനൊപ്പം സുഖിച്ചിടും നിറമാടുന്ന നൽകോക്കളെയും താമ്രാധികത്തെയും ശുദ്ധ ദ്വിജന്മാർ കേൾക്കുന്നു സൂര്യലോകമണിഞ്ഞിടും ആ വിസ്തൃത സുലോകത്തിൽ 10,000 ആണ്ടുകൾ നിരാമയം വാണു തത്ര ഭുജിക്കും പരമം സുഖം വിപ്രർക്ക് ഭൂമിയും ഭൂരിധനവും നൽകിയിരുന്നവൻ വിശ്വലോകത്തിലും ശേതജീവൻ ജനമണഞ്ഞിടും ചന്ദ്രാർക്കരുള്ളയിടത്തോളം കാലം അങ്ങ് വസിച്ചിടും പുണ്യം ചെയ്തോ ദീർഘകാലം അവിടെത്താൻ സുഖിച്ചിടും ഭക്തിപൂർവ്വം ഗൃഹം ദാനമായി വിപ്രന് നൽകുവോർ വിശ്വലോകമണഞ്ഞങ്ങ് വാഴുമൊട്ടേറെ നാടുകൾ മഹത്തമം വിപരമം വിശ്വലോകത്തിലങ്ങവർ ഗൃഹരേണുക്കളുള്ളിടത്തോളം കാലം സുഖിച്ചിടും ഏതേത് ദേവപ്രീതിക്കായി ക്ഷേത്രം നിർമ്മിക്കുമോ നരൻ ക്ഷേത്രരേണുക്കളോളം താൻ തത്വലോകത്തിൽ വാണിടും ക്ഷേത്ര നിർമ്മാണത്തിന്റെ പങ്കാളികളാകുന്നവര് ക്ഷേത്ര ചൈതന്യ പദ്ധതിക്ക് വേണ്ടി ഇതുപോലെ അച്ഛനുള്ളൊക്കെ പങ്കാളികളാകുന്നവര് ഭാഗ്യവാന്മാർക്കൊക്കെ പങ്കെടുക്കാൻ കഴിയുമെന്നാണ്. നമ്മുടെ ഈ ക്ഷേത്ര സൃഷ്ടിയുമായി ക്ഷേത്ര നിർമ്മാണവുമായി ക്ഷേത്ര പുരോഗതിക്കായി പ്രവർത്തിക്കുന്നവരൊക്കെ ആ ക്ഷേത്രത്തിൽ പൊടി അടങ്ങുന്നിടത്തോളം കാലം സുഖമായി കഴിയുമെന്നാണ് പറയുന്നത്. ക്ഷേത്ര രേണുക്കളോളം താൻ തല്ലോകത്തിൽ വാണിടും സൗധമായ 4 ഇരട്ടി ദേശത്താൽ 100 ഇരട്ടിയും പുണ്യമുണ്ടാം തദ്ഗുണം ദേശം കൃഷ്ണമാവുകയിൽ സർവപാപങ്ങളും തീരാൻ തടാകം ദാനമേകുകിൽ രേണുമാനാത്ത കാലം താൻ ജനലോകത്തിൽ വാണിടും ഇതിൻ ഫലം കുളം നിർമ്മിപ്പതേക്കാൾ 10 ഇരട്ടി താൻ ഭാവി ദാനത്തിനാലുണ്ടാം ഒരു തടാകത്തിൻ്റെതാം ഫലം നീളം 4000 നിൽപ്പാടത്ര നീളം 4000 വിൽപ്പാട് അത്രയോ തെല്ല് കമ്മിയോ വീതിയും കൊണ്ട് തിന്നോടാം വാപിയെന്നാചരിക്കനേ വിദ്വാന് കന്യാദാനത്താൽ ദശവാപി സമം ഫലം സിദ്ധിക്കും ഭൂഷാദിയൊത്ത് ആവുകിലോതി ഗുണം ഫലം തടാകദാന പുണ്യം താൻ അത് കേടുകതിർക്കലും വാപീദാന സമവാപി ചളിപോക്കി തുളയ്ക്കലും അരയാതെ പ്രതിഷ്ഠിക്കും പുണ്യവാനായ മാനവൻ തപോലോകത്തിൽ വാണിയിടും അഹിതം വത്സരം സതി ഐശ്വര്യാർത്ഥം നല്ല ഉണ്ടാക്കിയത് നൽകുകിൽ ധ്രുവലോകത്തിൽ താൻ വാഴും വത്സരം 10,000 നല്ല ദേവം നിർമ്മിച്ച് വിശ്വക്ഷേത്രത്തിനേകുവാൻ വിശ്വലോകത്തിൽ ഒരു മന്വന്തരം തന്നെ വാണിടും വലുതായി കൊത്തുപണിയൊത്തായാൽ പുണ്യം ചെറുഗുണം പല്ല കാവുകിലോ നേരം പകുതി ഫലവും വരും. ഭക്തിപൂർവ്വം വിഷ്ണുവിന് ഡോളാമന്ദിരമേകുവോ 100 മന്വന്തരത്തോളം വിഷ്ണുലോകത്തിൽ വാണിടും സൗദയുക്തം രാജമാർഗം നിർമ്മിച്ചേക്കുന്ന മനുഷ്യൻ ഇന്റെ ലോകത്തിൽ വാഴും 10,000 ആണ്ടുകൾ ഫലം തുല്യം ബ്രാഹ്മണർക്കും ദേവന്മാർക്കും കൊടുക്കുകയിൽ ഏവം ചെയ്വോർ സുഖിക്കുന്നു ചെയ്യാത്തോന് വരാസുഖം സ്വർഗാദി ഭോഗ സൗഖ്യങ്ങൾ ഭുജിച്ച് ആ ഭാരതോർവിയും പുണ്യം ചെയ്തോർ ശ്രേഷ്ഠ വിപ്ര കുലത്തിൽ താൻ പിറന്നിടും പുണ്യങ്ങൾ താൻ ചെയ്തു വീണ്ടും സ്വർഗസൗഖ്യം ഭുജിച്ചവൻ പിറക്കം വിപ്രനായി തന്നെ ഏവം ക്ഷത്രിയാദിയും 100 കോടി കൽപ്പകാലം നൃപനോ വൈശ്യനോ സതി തപസ്സു ചെയ്യിലും വിപ്രനാവില്ലെന്നത് താൻ ശ്രുതി കർമ്മം ഭുജിച്ചേ തീരുള്ളൂ കാലത്തിന് അളവില്ലതിൽ ശ്രുതി നേടാം പലേ ജന്മം കൊണ്ടും തീർത്ഥാദി സേവയാൽ ഏതാണ്ടൊക്കെ കഴിച്ചേ ഞാൻ ഇനി കേൾക്കേണ്ടതെന്തുവാ
ദാനഫലം എന്ന 29-ാം അധ്യായം സമാപ്തം. ഹരി ഓം. അതാ 30-ാം അധ്യായം. ഓം നമോ നാരായണായ. 30-ാം അധ്യായം സരസ്വതി. സ്വർഗാതിലോകം പ്രാപിക്കുകയെന്നോട് ഭാരതത്തിങ്കൽ നടത്തുക അന്നസം